അമ്പലത്തിൽ വെച്ച് എന്തോ സംഭവിച്ചത്. വല്ലാതെ മനസ്സിനെ വിളിക്കുന്ന എന്തോന്ന് അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതാ അത്ഭുതം. ഇല്ല സീതമ്മ, രാത്രിയിൽ അവിടെ പ്രസാദേട്ടനും അനുജന്മാരുമായിട്ട് വലിയ ഉത്സാഹത്തിലായിരുന്നു. പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ചേച്ചിയെ കണ്ടില്ല. രാവിലെ തിരക്കി കണ്ടുപിടിക്കുമ്പോ ഒറ്റയ്ക്ക് കരഞ്ഞു തളർന്നവിടെ കിടക്കുമായിരുന്നു നാഗരികാവിന്റെ മുന്നില്. വല്യച്ചയുടെ വിഷമങ്ങള് രണ്ടാ. ഒന്ന്, ഞങ്ങൾ എങ്ങും എത്തിയില്ല എന്നുള്ളൊരു വിഷമം. പിന്നെ കൃഷ്ണേട്ടനെ കുറിച്ചുള്ള വിഷമം രണ്ടാമത്. ഇതിപ്പോ ഞങ്ങളെ കുറിച്ചുള്ള വിഷമമല്ല എന്നുള്ളത് തീർച്ചയാ. കൃഷ്ണേട്ടനെ കുറിച്ചുള്ള വിഷമമാണെന്ന് തീർച്ചയാ. ഇതിപ്പോ ആ കൃഷ്ണ വിഗ്രഹം എടുത്ത് സംസാരിക്കുന്നതാവാനേ ഇടയുള്ളൂ. ഇന്നലെ അവിടെ അമ്പലത്തിൽ വെച്ച് കൃഷ്ണനെ കുറിച്ച് വല്ലതും കേട്ടോ? ആരെങ്കിലും കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട്? ഒന്നും അറിയില്ല സീതമ്മേ. എന്താ കാര്യം, എന്തിനാ കരഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞതുമില്ല. അത് ഒരുപാട് മുള്ളുകൾ ചവിട്ടി തളർന്ന ജീവിതമല്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ ജയിച്ചു വന്ന ജീവിതം. ദൈവമേ, ഈ നേരിട്ട പരീക്ഷണങ്ങൾക്കപ്പുറം ഇനിയും അതിനെ പരീക്ഷിക്കരുതേ എന്ന് മാത്രം എന്റെ പ്രാർത്ഥന. ഏതായാലും നിങ്ങൾ കഥ കടച്ച് കിടക്ക്. ആളകത്ത് തന്നെ ഉണ്ടല്ലോ. ഞാൻ നാളെ വന്നോളാം. അമ്മേ, ഇങ്ങനെ കരഞ്ഞറിഞ്ഞ് കിടക്കാതെ. അച്ഛൻ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. തോന്നുമ്പോ തിരിച്ചു വരികയും ചെയ്യും. വെറുതെ കണ്ടില്ലെന്ന് ചിന്തിച്ച് കരഞ്ഞ് കരഞ്ഞ് എന്തെങ്കിലും വരുത്തി വെക്കാതെ അമ്മ ഈ ചായ കുടിക്ക്. ഇന്നലെ രാത്രി മുതൽ വെള്ളം കുടിച്ചിട്ടില്ല. 10-30 കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കുക. ഈ കാലം വരെ ഒരു രാത്രി പോലും പരസ്പരം പിരിഞ്ഞിരുന്നിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യനാ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയിരിക്കുന്ന. നീ ആ കൃഷ്ണനെ വിളിക്ക്. അവനങ്ങ് തൃപ്പം കൊണ്ട് എത്തിയോ നോക്ക്. അച്ഛൻ എവിടെ എത്തിയോന്ന് ചോദിക്ക്. പെട്ടെന്നാവട്ടെ. അമ്മേ, അച്ഛനൊരു കുട്ടിയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും കാര്യം വിചാരിച്ച് പോയി കാണും. പോയപ്പോ ഫോൺ എടുക്കാൻ മറന്നുപോയി. വരും. അമ്മ ചായ ഒന്ന് എടുത്ത് കുടിക്ക്. എന്നിട്ട് എണീറ്റ് മുഖമൊക്കെ കഴുകി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. തൃപ്പങ്കോട്ടെ വീട്ടിലെത്തിയ പ്രസാദേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അവിടുത്തെ കാര്യം അപ്പൊ അറിയാം നമുക്ക്. നിനക്കെന്തോ അങ്ങോട്ട് വിളിച്ചാല് അങ്ങോട്ടൊന്ന് വിളിച്ചേ. ഞാനല്ലേ പറയുന്നേ. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഫോൺ ചെയ്യുന്നത് പ്രസാദേട്ടന് ഇഷ്ടമുള്ള കാര്യമല്ല. സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന സ്ഥലത്തെത്തുമ്പോ ഏട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അല്ലാതെ മടി വിചാരിച്ചിട്ടല്ല. അതെ അമ്മേ. വലിയേട്ടൻ വിളിക്കട്ടെ. അമ്മ എണീറ്റ് ഇത് കുടിക്കേ. അതെ, ആളെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് പിടിച്ചോ? എന്തിന്? അയ്യോ, അതല്ലെന്ന്. ആളെ പുഷ്പന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ആളെവിടെ? ആള് വലിയ ശാഠ്യത്തിലാ. ചില കാര്യങ്ങൾ തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരികയില്ലെന്നാ പറഞ്ഞത്. എന്ത് കാര്യം? അച്ഛൻ എവിടെയാ ഉള്ളത്? പുഷ്പൻ ചേട്ടാ എവിടെ വെച്ച അച്ഛനെ കണ്ടത്? ആദ്യം അത് പറ. ഭയപ്പെടാനൊന്നുമില്ലെന്നേ. അച്ഛൻ അവിടെ മുരുകന്റെ അമ്പലത്തിലുണ്ട്. ഇന്നലെ മുതൽ ഭജന ഇരിക്കുക. ഭജന ഇരിക്കുന്നോ? ആരോട് പറയാതെ ഒളിച്ചോടി പോയാണോ ഭജന ഇരിക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രേട്ടന് ചില കാര്യങ്ങൾ തീർപ്പുണ്ടാക്കണമെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അതില് നിങ്ങളുടെ തീരുമാനം അറിയണം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ അമ്പലത്തിലേക്ക് പോയേ പറ്റൂ. വാ, എന്തായാലും ആള് കിട്ടിയല്ലോ. അത് മതി. ഉടനെ നമുക്ക് അവിടെ എത്തണം. മുരളി, വണ്ടി എടുക്ക്. ആ ശരി. ശിവായ ഓം ശരവണഭവായ ഓം നമഃ ശിവായ
ഓം ശരവണഭവായ. ഇന്നലെ ഈ ഒറ്റ ഇരിപ്പ. അത്താഴപൂജയുടെ നേരത്തും ആളിവിടെ ഉണ്ടായിരുന്നു. ജലപാനം കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. വല്ല കടുത്ത നേർച്ചകൾ വല്ലതായിരിക്കും. ഓം നമ ശിവായ. ഓം ശരവണഭവായ. 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 എവിടെ? ദേ അവിടെ. ഓം ശരവണഭവായ. ഓം നമ ശിവായ. ഓം ശരവണഭവായ. ഓം നമ ശിവായ. ഓം ശരവണഭവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ശരവണഭവായ. ഓം നമ ശിവായ. ഓം ശരവണഭവായ. ഓം നമ ശിവായ. ഓം ശരവണഭവായ. അച്ഛാ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഭജിക്കാനോ പൂജിക്കാനോ എന്തിനു വേണോ എവിടെ വേണോ നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയണം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോൺ വാങ്ങിച്ചൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇത് അതൊന്നും ഇല്ലാതെ ഒരു രാത്രി മുഴുവൻ ഞാൻ തിന്ന തീക്കൊരു കണക്കില്ല. ഹ, ഞാൻ വേറെങ്ങും പോയില്ലല്ലോ. ഇവിടെ അമ്പലത്തിലല്ലേ വന്നത്. അമ്പലത്തിൽ വരുന്നൊക്കെ നല്ല കാര്യ. പക്ഷേ അത് ഞങ്ങളും കൂടെ അറിയണമെന്നാ പറഞ്ഞേ. വാ, എനിക്ക് പോവാം. ഇല്ല ഇല്ല, അങ്ങനെ അങ്ങ് വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുഷ്പനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അയാൾ പറഞ്ഞില്ലോ ഒന്നും. ഞാനെന്ത് പറയാൻ? ചില കാര്യങ്ങൾ തീർപ്പുണ്ടാക്കണമെന്നേ എന്നോട് പറഞ്ഞുള്ളൂ. എന്താ കാര്യമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ആ, എന്നാ ഇപ്പൊ പറയാം. നീ വാ, സംസാരിക്കട്ടെ. വാ. സത്യം പറ, രാധയെ കൊണ്ട് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചതിന്റെ മനപ്രയാസം കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഭജന ഇരിക്കുന്നത്? നീ പറയുന്നത് ശരിയാ. രാധയെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചതില് എനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ അത് കൃഷ്ണന്റെ നല്ലതിനു വേണ്ടി ചെയ്തതാണെന്നുള്ളൊരു ആശ്വാസമാണ് എനിക്ക്. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ്. സ്വന്തം കുഞ്ഞിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഒരു ജീവിയും കൂട്ടു നിൽക്കില്ല. ഞാനും അതേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ആ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടും ഞാനും നിങ്ങളോടൊപ്പം നിന്നത്. ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപമായിരുന്നു അത്. ഇഷ്ടപ്പെടുന്ന രണ്ട് മനസ്സുകളെ വേർപിരിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ്. നമ്മൾ ആവശ്യപ്പെട്ട മട്ടിൽ രാധ നമുക്ക് പ്രതിജ്ഞ ചെയ്തു തന്നു. പക്ഷേ അത് തികച്ചും ഏകപക്ഷീയമായ ഒരു പ്രതിജ്ഞ മാത്രമായി പോയി. അവളോട് മാത്രമായുള്ള കരാർ. എപ്പോഴെങ്കിലും കൃഷ്ണൻ രാധയെ കാണാൻ ഇടവന്നാൽ ആ പ്രതിജ്ഞ പാലിക്കാൻ അവൻ അവളെ അനുവദിച്ചെന്ന് വരില്ല. അതോടെ നമ്മൾ ഈ ചെയ്തതെല്ലാം ഫലമില്ലാത്തതായി പോവും. അതുകൊണ്ട് എന്തു വേണമെന്നാ നിങ്ങൾ പറയുന്നേ? എത്രയും വേഗം കൃഷ്ണന്റെ കല്യാണം നടത്തണം. അതിനവൻ സമ്മതിക്കണം. അവനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാമെന്ന് നീ ഉറപ്പ് തന്നാലേ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരൂ. ശരി, ഞാൻ ഉറപ്പ് തരാം. പക്ഷേ ഞാൻ പറഞ്ഞ അവൻ സമ്മതിക്കൂ എന്നതിന് എന്താ ഉറപ്പ്? നീ മനസ്സുറപ്പിച്ച് പറഞ്ഞ അവൻ സമ്മതിക്കും. എനിക്ക് തീർച്ചയാ. ശരി ശരി, ആയിക്കോട്ടെ. ഞാൻ അവനെ സമ്മതിപ്പിക്കാം. നിങ്ങൾ വാ, നമുക്ക് പോവാം. ഹാ, വരട്ടെ വരട്ടെ. ആയില്ല, നീ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മാത്രം പോരാ. ഒട്ടും വൈകാതെ കല്യാണം ഉറപ്പിക്കണം. നടത്തണം നമുക്ക്. ഇന്ന് പറ്റിയ ഇന്ന് തന്നെ. കാരണം രാധ ഈ നഗരത്തിൽ തന്നെ ഉണ്ട്. എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചില്ല. അതറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യവുമില്ല. പക്ഷേ ഈ നഗരത്തിലുള്ള രാധയെ ഇവിടെ തന്നെയുള്ള കൃഷ്ണൻ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാ. അങ്ങനെ ഒരു കണ്ടുമുട്ടൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുണ്ടായ എല്ലാം തകിടം മറിയൊന്ന് തീർച്ചയാ. അതിനു മുമ്പ് വേണം കൃഷ്ണന്റെ കല്യാണം നടത്താൻ. അതും ശരി, ആയിക്കോട്ടെ. പക്ഷേ ഇനിയിപ്പോ നമ്മൾ കൃഷ്ണനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചു എന്ന് വെച്ചാൽ തന്നെ ഉടനെ കല്യാണം നടത്താൻ പെണ്ണ് വേണ്ടേ? അതാരെ കിട്ടും? അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ ഒരു സുഹൃത്ത്, ഒരു മുനിസിപ്പൽ സൂപ്രണ്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാ താമസം. അയാൾക്കൊരു മകളുണ്ട്.
ഞാൻ ഇന്നലെ അവരെ കണ്ടു. കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അമ്മ ഇവൻസിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അവർക്ക് കൃഷ്ണന്റെ കാര്യത്തിൽ താല്പര്യമോ? ഓഹോ, അത് ശരി. അപ്പൊ അതും മനസ്സിൽ വെച്ചിട്ടാ ഇവിടെ വന്ന് ഈ സത്യാഗ്രഹം ഇരിക്കുന്നതല്ലേ? നല്ല നാടകം. നാടകവും സത്യാഗ്രഹവും ഒന്നും അല്ല, ഭജനം. ഭജനമിരിപ്പ് അങ്ങനെ കണ്ടാ മതി. ഏതായാലും തൽക്കാലം രാധയുടെ കാര്യമൊന്നും കുട്ടികളോട് പറയണ്ട. ബാക്കി നീ തന്നെ ഇവരോടും കൂടി ഒന്ന് സംസാരിച്ച് മെരുക്കിയെടുക്ക്. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. അതെ, ഏത് കാര്യത്തിനാ ചേട്ടന് തീരുമാനം ഉണ്ടാക്കേണ്ടത്? എന്താ പറഞ്ഞിട്ട് പോയത്? ഒരൊറ്റ കാര്യത്തില്, കൃഷ്ണന്റെ കല്യാണം അതുടനെ നടത്തണം. ഇന്നെങ്കി ഇന്ന് തന്നെ നടന്നത് തന്നെ നടക്കണം. നടന്നേ പറ്റൂ. ഇതവന്റെ അച്ഛനും അമ്മയും എടുത്ത തീരുമാനമാണ്. പെൺകുട്ടിയുടെ ആൾക്കാരുമായി ഇന്ന് തന്നെ സംസാരിക്കും. അവര് കൃഷ്ണനെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ട് ഇന്ന് തന്നെ വീട്ടിൽ വരും. അത്ര തന്നെ. അല്ലമ്മേ, വല്യേട്ടനോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച വല്യേട്ടന്റെ സമ്മതം വേണ്ട ഇതിനൊക്കെ? അവൻ സമ്മതിക്കും. നിങ്ങളായിട്ട് ഇടങ്ങേറുണ്ടാക്കാതിരുന്നാ മതി. വന്നേ പോവാം. അല്ലോ ചേട്ടാ, വല്യേട്ടൻ ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ആ, എനിക്കറിഞ്ഞുകൂടാ. ഇനിയിപ്പോ അഞ്ജലി ചേച്ചിയുടെ കാര്യം വരുന്നെങ്കിൽ ചിലപ്പോ സമ്മതിച്ചേനെ. ഇതിപ്പോ ആരാ എന്താന്ന് ആർക്കറിയാം? മക്കളെ, അമ്പിളി മാമനെ വേണമെന്ന് പറയുന്ന കുട്ടികളോട് നമ്മൾ എന്താ പറയാറുള്ളത്? പിടിച്ചു തരാമെന്ന് അല്ലേ? എന്നാ പിടിച്ചു കൊടുക്കുവോ? ഇല്ല. ദുശാഠ്യം മൂത്ത കുഞ്ഞുങ്ങളെ മെരുക്കാൻ അവര് പറയുന്നത് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി. അത് നടക്കുകയോ നടക്കാത്തതൊക്കെ പിന്നത്തെ കാര്യം. ഇവിടെയും അത്രേ ഉള്ളൂ. നിങ്ങൾ വാ, സമയം കളയണ്ട. ഇതെന്താടി അതിരാവിലെ ചെയ്തൂടെ ഇതൊക്കെ? തൂത്തറക്കൽ ഡിപ്പാർട്ട്മെന്റ് ചേച്ചിയുടേതാ. കക്ഷി ഇതുവരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ അച്ചുവിനെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന ബഹളത്തിനിടയില് ഇതങ്ങ് മറന്നും പോയി. അല്ല, ഇതുവരെ പുറത്തിറങ്ങിയില്ല അഞ്ജലി. ഷെടാ, ഇതല്പം ഗൗരവമുള്ള കേസാണല്ലോ. അതെ സീതമ്മ, ഒരിക്കലും ഇല്ലാതെയാ ഇങ്ങനൊരു സ്വഭാവം. ഞാനും ആരെയും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്ത് വേണം ഏത് വേണമെന്ന് അറിയാത്തൊരവസ്ഥയിലാ ഞങ്ങളിപ്പോ. മനസ്സിലായി. നമുക്ക് വഴിയുണ്ടാക്കാം. ആ, നമുക്കേ പുതിയൊരു കാറ്ററിംഗ് കോൺട്രാക്ട് ഒത്തു വന്നിട്ടുണ്ട്. ഫുഡ് കൊടുക്കണം. ഏതൊരു കമ്പനിയുടെ എന്തോ ഒരു വാർഷികമാ. 3 ദിവസത്തെ പരിപാടിയാ. ലഞ്ചും ഡിന്നറും ചായയും സ്നാക്സും ഒക്കെ കൊടുക്കണം. നേട്ടുള്ള ഒരു കോൺട്രാക്റ്റാ. ആഹാ, കൊള്ളാലോ. അത് നമുക്ക് കിട്ടിയോ സീതമ്മ? കിട്ടുമെന്നാണ് തോന്നുന്നത്. അവിടെ പോയി സംസാരിച്ച ബഡ്ജറ്റും ഒക്കെ കൊടുക്കണം. അതിന് അഞ്ജലി തന്നെ പോണം. ആ, മനസ്സിലായി. ഇതിപ്പോ ഈ കാര്യം അറിയുമ്പോ ചേച്ചിക്കും സന്തോഷാവും. ഏതായാലും സീതമ്മ ഒരു കാര്യം ചെയ്, ചേച്ചി ഒന്ന് ഉഷാറാക്ക്. ഞാനേ ആര്യക്ക് കോളേജിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അച്ഛന് കൊടുത്ത ബ്രെഡും പഴമൊന്നും അവൾക്ക് പറ്റില്ല. ശരി, എന്നാ പണി നടക്കട്ടെ. അഞ്ജലി, 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 വാതിൽ തുറക്ക്. അഞ്ജലി, അഞ്ജലി, എന്താ അഞ്ജലി നീ കാണിക്കുന്നേ? സ്വയം തടവോ?
നമുക്കേ ഒരു 3 ദിവസത്തേക്കുള്ള കാറ്ററിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. ടൗണിലെ ഒരു വലിയ കമ്പനിയാ. നീ വേണം അവിടെ പോയി സംസാരിച്ച് ബഡ്ജറ്റ് കൊടുത്ത് എഗ്രിമെന്റ് ആക്കാൻ. വയ്യ സീതമ്മേ, എനിക്കൊന്നിനും വയ്യ. ഒരു വർക്കും ഏറ്റെടുക്കാൻ മനസ്സൊപ്പം നിൽക്കുന്നില്ല. സീതമ്മ ഇത് സ്വയം ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുപിടിക്ക്. എന്നെ വിട്ടേക്ക് പ്ലീസ്. ശരി, നിന്നെ വിട്ടേക്കാം. അപ്പൊ ഇവിടത്തെ ചെലവുകളോ? അതാര് നോക്കും? വാടക കൊടുക്കണം, കുട്ടികളുടെ പഠിപ്പ്, വീട്ടുകാര്യങ്ങള്. ഇതിനെല്ലാം കൂടെ വർക്ക് എടുക്കാതെ നീ എന്ത് ചെയ്യുന്ന? അതിനുത്തരം നീ പറ. ചേച്ചി, ആര്യ കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അതെന്താ അവള് കോളേജിൽ പോവാത്തത്? അത് ചേച്ചി തന്നെ അവളോട് ചോദിക്കേ. ആര്യ, നീ എന്താ കോളേജിൽ പോവാത്തത്? പോയിട്ട് കാര്യമില്ല. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കും. അതെന്തിന്? ഈ മാസത്തെ ഫീസ് അടച്ചിട്ടില്ല, 3500 രൂപ. ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിലിരിക്കണ്ടെന്നാ ടീച്ചർ പറഞ്ഞത്. ഓഹോ, എന്നിട്ട് ഇതുവരെ നീ എന്താ അതെന്നോട് പറയാതിരുന്നെ? എടി, നിന്നോടാ ചോദിച്ചത്. നീ എന്താ എന്നോട് ഇതുവരെ പറയാത്തതെന്ന്? വല്യേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ പറയാത്തത്. അത്ര തന്നെ. ഓഹോ, അത് ശരി. അല്ല, വല്യേച്ചിക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ കാലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലിരിക്കാതെ കോളേജിൽ പോവാൻ നോക്ക്. സമയം കളയണ്ട. ഫീസ് കൊടുക്കും, തരും ഞാൻ. നീ ഇറങ്ങിയാ മതി. വല്യേച്ചി, ഇത് വേണ്ട. വേണ്ടാതെ പിന്നെ? ഇതേ ഞാൻ തന്നെ പലപ്പോഴായിട്ട് ഇട്ട കാശാ. ദൈവം കൊണ്ടുവന്ന് വെച്ചതല്ല. അങ്ങോട്ട് മാറി നിൽക്ക്. മുഴുവനും ഉണ്ട്. നീ വിഷമിക്കണ്ട. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെയാണ് ദൈവത്തിന് മുമ്പിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. ഗത്യന്തരമില്ലാതെ വരുന്ന സമയത്ത് ദൈവത്തിന് സമർപ്പിച്ചതും എടുത്തുപയോഗിക്കാം. ദൈവം അതിന്റെ പേരിൽ ശിക്ഷിക്കൊന്നുമില്ല. തൽക്കാലേ നീ പോവാൻ നോക്ക്.